നമസ്കാരം. പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന LDC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ അത് തൃശ്ശൂർ, കാസർഗോഡ്, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ മൂന്നാം ഘട്ടമായിട്ടുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസും ആൻസർക്കൊക്കെ പിന്നീട് നമ്മൾ ചാനലിൽ തരുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പേപ്പർ എബോവ് ആവറേജ് ആണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഹിസ്റ്ററിയിൽ നിന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ എളുപ്പമായിരുന്നു. അതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നീതി ആയോഗിൻ്റെ സ്ഥാപിതമായിട്ടുള്ള ഇയർ, അതുപോലെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച്, അതൊക്കെ കുറച്ച് എളുപ്പമുള്ള തന്നെയാണ്. കുറച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ കിട്ടുന്നതാണ്. പിന്നെ കേരള സർവീസ് റൂളിൻ്റെ ചോദ്യങ്ങൾ ഇതിലുണ്ട്. അതുപോലത്തെ ചില ടഫ് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മിഷൻസ്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. സ്കീമുകൾ ഒക്കെ കറക്റ്റായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചു പോയവർക്ക്, അതായത് സ്കീമുകളൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു പോയവർക്ക് അത് കിട്ടും, അല്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ സ്കീമുകളുടെയൊക്കെ ഡയറക്റ്റായിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിൽ കേരള ഗവൺമെൻറ് സ്കീമൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ബയോളജി, കെമിസ്ട്രി എന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അധികം ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല അത്. പിന്നെ ബുക്സ്, ഓതേഴ്സ്, അതിലത്തെ കഥാപാത്രങ്ങൾ, അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അത് നല്ലോണം അറിയണവർക്ക് തന്നെ അറിയുള്ളൂ. പിന്നെ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അത്ര വലിയ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കമ്പ്യൂട്ടർ അത്ര അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. മാത്സ് ആണെങ്കിലും എളുപ്പം തന്നെയായിരുന്നു. പിന്നെ ഇംഗ്ലീഷാണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്പെല്ലിംഗ് ആണെങ്കിലും സിംഗുലാർ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കുറച്ച് കൺഫ്യൂസിങ് തന്നെയായിരുന്നു. പിന്നെ മലയാളത്തിലാണെങ്കിലും കുറച്ച് ചോദ്യങ്ങൾ ബുദ്ധിമുട്ടുള്ളതൊക്കെ തന്നെയായിരുന്നു. ഒരു 70 ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു സേഫ് അറ്റംപ്റ്റ് തന്നെയാണെന്ന് പറയാം. അതായത് ലിസ്റ്റിൽ ഉൾപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആൻസർ കീയും അനാലിസിസൊക്കെ പിന്നീട് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു.
ഇത്രയാണ് ഇന്നത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൻ്റെ ആൻസർ കീ ഒക്കെ പിന്നീട് തരുന്നതാണ്.